ജാരിയ പ്രവർത്തന പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശുദ്ധ ഹറമുകളിലായിരുന്നു. എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ച, അത്ഭുതപ്പെടുത്തിയ, ആശ്ചര്യഭരിതനാക്കിയ ഒരു മഹാസംഭവമാണ് ജാരിയ കലക്ഷൻ. രാഷ്ട്രീയ സംഘടനകൾ ഫണ്ട് കലക്ഷൻ നടത്തിയാൽ വളരെ വേഗം കോടികൾ കിട്ടും. ചില ആൾ 50 ലക്ഷം, 1 കോടി, അരക്കോടി, കാക്കോടി ഇങ്ങനെ കൊടുക്കും. കാരണം ആ കൊടുക്കുന്ന ആളുകൾക്ക് ഈ പാർട്ടി ഭരണത്തിൽ വന്നാൽ അതിനേക്കാളും ലാഭം കിട്ടുന്ന ആനുകൂല്യങ്ങൾ വേറെ കൊടുക്കും. അങ്ങനെയുള്ള സെറ്റിൽമെൻറ്റുള്ള പാർട്ടിയാണ് വലിയ സംഖ്യ കൊടുക്കുന്നത്. പക്ഷെ ഒരു മതസംഘടന, അതും അതിൻ്റെ വിദ്യാർത്ഥി സംഘടന ഇങ്ങനൊരു കലക്ഷൻ നടത്തുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇങ്ങോട്ട് കിട്ടുമെന്ന് ഒരു മനുഷ്യനും പ്രതീക്ഷിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചാണ് ഇത് ഏൽപ്പിക്കുന്നത്. അതോടൊപ്പം മറ്റ് സംഘടനകളിൽ ഭിന്നമായി പിരിച്ചെടുക്കുന്ന കാശ് കൃത്യമായി ചെലവഴിക്കുന്നു എന്ന ഒരു വിശ്വാസം SKSSFനെ കുറിച്ചുണ്ട്, സഹചാരി പോലുള്ള കാര്യങ്ങളിൽ. അപ്പോൾ മനസ്സറിഞ്ഞ് നൽകുന്ന ഈ കാശ് ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും ഓൺലൈൻ വഴി ഇത്ര വലിയൊരു കാശ് ഒരു വിദ്യാർത്ഥി സംഘടന പിരിച്ചെടുക്കുക എന്നത്. വലിയ സന്തോഷം തോന്നി. അറഫയിൽ വെച്ച് പ്രത്യേകം ഞാനതിനു വേണ്ടി കുറേ പ്രവർത്തകരെ വന്ന് കാര്യം പറഞ്ഞപ്പോൾ ദുആ ചെയ്തിരുന്നു. ദയാനിധി റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിലേക്ക് നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ 36 കൊല്ലത്തിനിടയ്ക്ക് SKSSF ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് ഫലം ചെയ്യുന്ന നല്ലൊരു അമലായി ഈ സാധുക്കളെ നമ്മുടെ പക്കൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. നമുക്കൊരു ആത്മവിശ്വാസം എന്ന മറ്റൊരു കാര്യം ഈ സംഘടനയുടെ ബറക്കത്താണ്. ഒരു 36 വർഷം കേരളത്തിലെ ഗ്രാമങ്ങളിൽ വേരുകളുള്ള കർമ്മനിരതരായ പ്രവർത്തകരും ഈ നേതൃത്വവും ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോയി നിങ്ങൾ തിരുത്തണമെന്ന് നമ്മുടെ നേതൃത്വം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഈ സംഘത്തോട് ഉപദേശിക്കേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് അഭിമാനകരമായ കാര്യമാണ്. ബറക്കത്താണ്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. വർത്തമാന കാലഘട്ടത്തിൽ സംഘടനാ രംഗത്ത് നമ്മൾ ചില പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് അറിയാം, ഇത് വലിയ വേരുകളുള്ള ഒരു വടവൃക്ഷമാണ്. ഞാൻ ആലങ്കാരികമായി പറയുകയല്ല. നമ്മുടെ മാതൃസംഘടന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച മഹാന്മാരും അന്ന് തൊട്ട് ഇന്നോളം ഈ 100 വർഷക്കാലം ഇതിന് നേതൃത്വം കൊടുത്ത പ്രമുഖരും നിങ്ങൾ ചരിത്രപരമായൊരു വിശകലനം നടത്തിയാൽ അവർ മുഴുവനും അല്ലെങ്കിൽ അവരുടെ പൂർവിക തലമുറ യമനിലെ ഹളറമൗത്തിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നവരാണ്. യമനിന് പ്രത്യേകതയുണ്ട്. പണ്ഡിത സുഹൃത്തുക്കൾക്കറിയാം, അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് യമൻകാരുടെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വച്ചിട്ടുണ്ട്. തങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടാതെ പോകില്ലല്ലോ. അള്ളാഹു ബാരിക്കിൽ യമനിന, അള്ളാഹു ഞങ്ങൾ യമൻകാർക്ക് ബറക്കത്ത് ചെയ്യണമെന്ന് തങ്ങൾ പ്രാർത്ഥിച്ചു വച്ചിട്ടുണ്ട്. മാത്രമല്ല, യമനിലെ ഹളറമൗത്തിൽ പ്രത്യേക പ്രദേശമാണ് തെരീം. ആ ഹളറമൗത്തിന് വേണ്ടിയും തെരീമിന് വേണ്ടിയും ഇതുപോലെ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. ലോകത്ത് പല രാജ്യങ്ങളും മുസ്ലിം സമൂഹത്തിൻ്റെ കീഴിൽ, മുസ്ലിം ഭരണാധികാരിയുടെ കീഴിലുണ്ടെങ്കിലും സിദ്ദീഖുൽ അക്ബറിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ച പ്രദേശമെന്നാൽ തെരീമുകാർക്ക് വേണ്ടി സിദ്ദീഖ് തങ്ങൾ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ 3 പ്രാർത്ഥന നടത്തിയ 3-ാമത്തെ ഭാഗം വഅൻ യുംബിത മിൻഹുൽ ഉലമാ വസ്സാലിഹീൻ, വലിയ ആലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും ഈ പ്രദേശത്ത് നിന്ന് ജനിപ്പിക്കണേ എന്നാണ്. ആ നാട്ടുകാർ, ആ ആലിമീങ്ങളും സ്വാലിഹീങ്ങളുമായി തീരേണ്ട ആളുകൾ, ആ ബറക്കത്തുണ്ട് തങ്ങൾ പ്രഖ്യാപിച്ച ആ നാട്ടുകാരുടെ മഹാപണ്ഡിതന്മാരും സാദാത്തുക്കളുമാണ് കേരളത്തിൽ വന്ന അവരുടെ പിൻഗാമികളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. ഓരോരുത്തർ നിങ്ങൾ പരിശോധിച്ച് നോക്കും ചരിത്രം. ഇപ്പം മഹാനായത്തിൻ്റെ സ്ഥാപക അധ്യക്ഷൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുവാനാകട്ടെ.
അത് അദ്ദേഹത്തിൻ്റെ പൂർവ്വ പിതാവ് സയ്യിദ് അലി ബാലവി ശരിക്ക് യമനിലെ ഈ ഹദ്റമൗത്തിൽ നിന്ന് വന്നതാണ്. ചരിത്രം കൃത്യമാണ്, രേഖപ്പെടുത്തപ്പെട്ടതാണ്. തൊട്ടടുത്ത അദ്ദേഹത്തിൻ്റെ ഉപാധ്യക്ഷൻ, ഇതിൻ്റെ മുഖ്യ സംഘാടകൻ മഹാനായ മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, അദ്ദേഹം അതിനും മീതെയാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഇസ്ലാമിക പ്രബോധക സംഘത്തിലെ ആദ്യത്തെ തലമുറയായ സയ്യിദുന ഹബീബുൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രമുഖ താബിഈയാണ്. അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ ജനിച്ചു വളർന്ന മഹാനാണ് അദ്ദേഹം. വലിയ മഹാനാണ്. അദ്ദേഹം എഴുതിയ കിതാബുകൾ ഇന്നും പ്രസിദ്ധീകരിക്കാൻ നല്ല കവിതകളും കിതാബുകളും അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ നവ്വറല്ലാഹു മർക്കദ സമസ്തയുടെ നിർണായകമായ മുന്നേറ്റത്തിലുള്ള പ്രധാന കണ്ണിയായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങളും അടുത്ത കുടുംബ ബന്ധമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ മേഖലയെ വലിയ വളർച്ചയുടെ ഒരു നിദാനം എന്ന തങ്ങളെക്കുറിച്ച് പറയാം. വിദ്യാഭ്യാസ ബോർഡ് ഉൾപ്പെടെയുള്ള പട്ടിക്കാട് ജാമിയയിൽ ഉൾപ്പെടെയുള്ള ഇതൊക്കെ ശില്പി എന്ന് പറയാവുന്ന തങ്ങളവറുകൾ, അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാവും ഇതേ ഹദ്റമൗത്തിൽ നിന്ന് വന്നതാണ്. അഭിനന്ദനായ ഷെയ്ഖുന ശംസുലമ ഇ കെ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹു ഏകദേശം അരനൂറ്റാണ്ട് കാലം സമസ്തക്ക് അജയ്യമായ നേതൃത്വം നൽകിയ മഹാനവറുകളുടെ പൂർവ്വപിതാവ് കോയക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനായ സൂഫിവീരൻ, അദ്ദേഹവും കടന്നു വന്നത് ഈ യമനിലെ ഹദ്റമൗത്തിൽ നിന്നാണ്. മഹാനായ പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹു സുന്നിയോന സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഇതുപോലെ ബാഫഖ് തങ്ങളുടെ വലങ്കയായി പട്ടിക്കാട് ജാമിയനും മറ്റും വേണ്ടി പ്രവർത്തിച്ച മഹാത്മാവ്, അദ്ദേഹത്തിൻ്റെ പൂർവ്വ പരമ്പരയും കടന്നു വന്നത് ഇതേ യമനിലെ ഹദ്റമൗത്തിൽ നിന്നാണ്. ഞാൻ ആ പരമ്പര നീട്ടി സമയം കളയുന്നില്ല. ഏറ്റവും അവസാനം നമുക്ക് നെടുനായകത്വം നൽകുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ, അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാവ് സയ്യിദ് ഹുസൈൻ ജിഫ്രി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവറുകളും പരപ്പനങ്ങാടിയുടെ പൂർവ്വപിതാവ് ഇറങ്ങി മമ്പ്രം തങ്ങളുടെ നിർദ്ദേശാനുസരണം വന്നിട്ടാണ് ഇവിടെ സ്ഥിരതാമസമാക്കി. ആ പരമ്പരയിലെ കണ്ണിയാണ് തങ്ങളവറുകളും. ഇതൊരു വലിയ സംഭവമാണ്. നമുക്ക് നല്ല വേരുകളുണ്ട്. ആരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ പറിച്ചു മാറ്റാൻ കഴിയുന്ന വൃക്ഷമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പ്രതിസന്ധികൾ വന്നാൽ ഒരു പക്ഷേ വലിയ കൊടുങ്കാറ്റിൽ ആടിയൊലഞ്ഞേക്കും, അതിൻ്റെ ഇലകളും ശിഖരങ്ങളും ഇളകിയേക്കും. പക്ഷെ ഒരിക്കലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ മുബാറക്കായ മഹാത്മാക്കൾ സ്ഥാപിച്ച ഈ സംവിധാനത്തിന് ഒരു പരിക്കുമേൽക്കില്ല. വിജയകരമായി ഈ പ്രതിസന്ധിയും അതിജീവിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. SKSS നിങ്ങൾക്കറിയാം, നമ്മുടെ ഏറ്റവും ചെറിയ യുവ സുഹൃത്തുക്കളുടെ ഘടകമാണ് വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞാലും അതിൻ്റെ ഭരണഘടന അനുസരിച്ച് പഠനം കഴിഞ്ഞിട്ടും പിന്നെയും പ്രവർത്തിക്കാം. ഏത് ശാഖയിൽ ചെന്നാലും SKSSന് അംഗീകരിക്കാത്ത ഒരു വിദ്യാർത്ഥി യുവജന വിഭാഗത്തെ നമുക്ക് നമ്മുടെ ടീമിൽ ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളിൽ കാണാൻ കഴിയില്ല. 100% പെർഫെക്റ്റാണ്. സുന്നി യുവജന സംഘവും അങ്ങനെ തന്നെയാണ്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കാത്തത് കൊണ്ടാണ്. നടക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് SKSSനെ പോലെ തന്നെ സലാഹുദ്ദീൻ വൈസി ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ആ സംഘടനയും 100% സമസ്തൻ്റെ കൂടെ തന്നെ ഉറച്ചു നിൽക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. അതിനും ഒരു പരിക്കുമില്ല. നിങ്ങൾക്കറിയാം, മുഴുവൻ പ്രവർത്തകരും 100% ഇതുപോലെ തന്നെ സമസ്തയോടൊപ്പമുണ്ട്. ജംഇയ്യത്തുൽ ഖുതബ തെരഞ്ഞെടുപ്പ് നടക്കാത്തത് കൊണ്ടാണ്. എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ നിമിഷം ഇൻഷാ അല്ലാഹ് ഇതുപോലെ 100% സമസ്തയുടെ ഒപ്പത്തിനൊപ്പം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അതുകൊണ്ട് അത് നിശ്ചലമായി കിടക്കുന്ന അവസ്ഥ. സുന്നി മഹാജർ ഫെഡറേഷൻ മാത്രമാണ് അപവാദം. അതിൽ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം പച്ചയായി അതിൻ്റെ ഭരണഘടന ഒരു ഭാഗത്തുണ്ട്. ആ ഭരണഘടന മാറ്റിവെച്ച് പുതിയ തെരഞ്ഞെടുപ്പിനുള്ള ഒരു നിയമാവലി തയ്യാറാക്കി അതനുസരിച്ച് ഒരു വൺ സൈഡ് നടത്തിയത് കൊണ്ട് മാത്രമാണ് ചിലയിടത്ത് ചില പ്രശ്നങ്ങൾ വന്നത്. കൃത്യമായി ഇതിൻ്റെ ഭരണഘടനയിൽ ഒരു ഭേദഗതി വരുത്തിയിട്ടില്ല. അത് നിലവിലുള്ള ഭരണഘടനയിൽ പോലും പറഞ്ഞിട്ടുണ്ട്, അതിൽ മെമ്പർമാരാകേണ്ട ആളുകൾ, പഞ്ചായത്ത് കൗൺസിലേക്ക് വരേണ്ട ആളുകൾ മുദർരിസ്, ഖത്തീബ്, SKS എന്നൊരു പ്രതിനിധി, SYS എന്നൊരു പ്രതിനിധി, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്നൊരു പ്രതിനിധി, ഇങ്ങനെ ഓരോ സംസ്ഥാന ഘടകത്തിനോരോ പ്രതിനിധി, പിന്നെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും. ഇത്രയും ആളുകൾ പഞ്ചായത്തിൽ കൂടി തെരഞ്ഞെടുപ്പ് വ്യവസ്ഥാപിതമായി നടത്തുകയാണെങ്കിൽ സുഖസുന്ദരമായി സമസ്തക്ക് കരുത്ത് പകരുന്ന മറ്റൊരു ഘടകമായി ഇത് മാറുമായിരുന്നു.
ചില്ലറ പ്രയാസങ്ങൾ നേരിടാൻ കാരണം അവർ വലിയ ആളുകളാണ്, പ്രമുഖരാണ്. എന്തുകൊണ്ടാണ് ഈ ഭരണഘടന നിലനിൽക്കെ ഇങ്ങനെ അവരൊക്കെ മാറ്റി നിർത്തി വെറും കമ്മിറ്റി ഭാരവാഹികളെ മാത്രം വെച്ച് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്താൻ കാരണം നമുക്കറിയുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് അബദ്ധം സംഭവിച്ചത്. അങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കാം, പക്ഷെ അതൊക്കെ തിരുത്തപ്പെട്ടേക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 99 വർഷക്കാലം അജയ്യമായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വലിയ മല പോലെ വന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ ഒരു ബറക്കത്ത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഇതിൻ്റെ വേരുകൾ നല്ല വേരുകളാണ്. ഇവരെ വേരുകളൊക്കെ ചെന്നെത്തുന്നത് യമനിലാണ്. യമനിൽ ഹദ്റമൗത്തിലാണ്. ഹദ്റമൗത്തിലെ തെരീമിലാണ്. ആ തെരീമിൻ്റെ ആ പാരമ്പര്യം, അതിനുള്ള ബറക്കത്ത് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് മുട്ടുന്നു. അങ്ങനെയുള്ളൊരു വിഭാഗത്തിലാണ് ഉള്ളത് എങ്കിൽ ഇൻഷാ അല്ലാഹ് ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിറുൽ ഹഖ്, എൻ്റെ ഉമ്മത്തിലൊരു വിഭാഗം സത്യത്തിൽ ഉറച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ലാ യദുർറുഹും മൻ ഖാലഫും, ആരെതിർത്താലും ശരിയായി എതിർപ്പ് അവരെ ബാധിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ നിലയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സമസ്തയുടെ തണലിൽ തന്നെ ധീരമായി മുന്നോട്ട് പോകാൻ സാധിക്കും. സാഹചര്യങ്ങൾ തെളിഞ്ഞു വരും. താൽക്കാലികമായ പ്രശ്നങ്ങൾ, അഭിമന്യരായ നേതൃത്വം ഇതൊക്കെ കാണാത്തവരല്ല. പക്ഷേ നമ്മുടെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഐക്യത്തിനും യോജിപ്പത്തിനും പരമപ്രധാനം നൽകുന്നതാണ്. രണ്ടാളുകൾ മുസ്ലിമുകൾ പിണങ്ങിയാൽ അവർ നന്നാക്കാൻ വേണ്ടി ചെറിയ ചില നീക്കുപോക്കുകൾ, വാസ്തവവിരുദ്ധമായ ചില കാര്യങ്ങൾ പോലും പറയുന്നതിന് ചില നിർദ്ദേശങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ഇതൊരു വലിയ ഉമ്മത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് പ്രത്യാഘാതങ്ങൾ നമ്മൾ നേർക്കുനേരെ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്, നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്, എൻ്റെ നാട്ടിൽ പ്രശ്നങ്ങളാണ്, നിങ്ങളുടെ നാട്ടിൽ പ്രശ്നങ്ങളാണ്. ഞാൻ ഉദാഹരണം പറയുകയാണ്, എൻ്റെ നാട്ടിൽ പ്രശ്നമുണ്ടെന്നല്ല പറയുന്നത്. ഓരോ ഗ്രാമങ്ങളിലും, ഓരോ കുടുംബങ്ങളിലും, ഓരോ സ്ഥാപനങ്ങളിലും, കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലെ ഇതര സംസ്ഥാനങ്ങൾ മാത്രമല്ല, ഏത് ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാലും മലയാളികൾ അധിവസിക്കുന്ന എല്ലാ സ്ഥലത്തും നമ്മളെ രണ്ട് ചേരിയാക്കി മാറ്റി നിർത്തുന്ന ഈ ഗുരുതരമായ തെറ്റ്, അതെങ്ങനെയെങ്കിലും ഒരു നീക്കുപോക്കിൽ എത്ര വിട്ടുവീഴ്ച ചെയ്താലും അത് തീർക്കാൻ കഴിയുമോ, രമ്യമായി പരിഹരിക്കാൻ കഴിയുമോ എന്ന ഒരു നോട്ടം മാത്രമാണ് ഉസ്താദുമാർ നിൽക്കുന്നത്. പ്രത്യേകിച്ചും അപ്പുറത്ത് നമ്മളേറെ സ്നേഹിക്കുന്ന പാണക്കാട് സയ്യിദുമാർ ഒരു ഭാഗത്ത് നിലയുറപ്പിച്ച് നിൽക്കുമ്പോൾ, എല്ലാവരും അങ്ങനെ ഉറച്ചു നിൽക്കുന്നു ഞാൻ പറയുന്നില്ല, എന്നാലും പ്രധാനപ്പെട്ട തങ്ങന്മാർ അപ്പുറത്തുള്ള സാഹചര്യത്തിൽ ഒരു ഭിന്നിപ്പിലേക്ക് പോകാതെ യോജിപ്പിക്കാൻ സാധിക്കുമോ എന്ന എല്ലാ നീക്കങ്ങളും അവസാനം വരെ നടത്തുക എന്ന നിലയിലാണ്. നമ്മൾ വിചാരിക്കും നേതാക്കൾ അത് കാണുന്നില്ലേ, എന്താ തീരുമാനം എടുക്കാത്തത്, എന്താ അച്ചടക്കടവിൽ സ്വീകരിക്കാത്തത്. ഇൻഷാ അല്ലാഹ് അതിലേക്കൊന്നും പോകാതെ ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ സഫലമാക്കിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഇസ്സത്തോടുകൂടി അതിൻ്റെ കീഴ്ഘടകങ്ങൾക്കും സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്തുക എന്ന സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതൊരു കോംപ്രമൈസിന് പോകാൻ കഴിയില്ല. അത് തന്നെയാണ് അടിസ്ഥാനപരമായ പ്രശ്നവും. നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് സോളിഡാരിറ്റി എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചടങ്ങ് നടത്തുക, ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുക. തൊട്ടുപ്പുറത്ത് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനത്തിൽ പോയി പ്രസംഗിക്കുക. നമ്മുടെ സ്ഥാപനത്തിലെ പണ്ഡിതന്മാർ ജമാഅത്തെ ഇസ്ലാമിയുടെ അധ്യാപകന്മാരെ കൊണ്ടുവന്ന സ്ഥാപനത്തിൽ നിശ്ചയിക്കുക. ബിദഅത്തുകാരുടെ പുസ്തകങ്ങൾ സിലബസിൽ ഉൾക്കൊള്ളിക്കുക. ഇങ്ങനെ സമസ്തയുടെ പ്രഖ്യാപിത നിലപാടിനെതിരായ ചില നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അവിടെ സമസ്ത മുഷാവറ ഇടപെട്ടു. ഇതാണ് പ്രശ്നത്തിൻ്റെ നിമിത്തം. ആ ഇടപെട്ട് സമസ്ത മാറ്റി പറയാൻ പോകുന്നില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ സമസ്ത ശരി എന്ന് അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം വരും. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുമിച്ച് ഒറ്റക്കെട്ടായി പരിശുദ്ധമായ ദീനിനു വേണ്ടി തെറ്റിദ്ധരിച്ച സഹോദരങ്ങൾക്ക് ആ ധാരണ തിരുത്തി കൊടുത്ത് നേർവഴിയിൽ ഒരുമിച്ച് പോകാനും ആ നേർവഴിക്ക് അവരെ നയിക്കാനുള്ള നേതൃത്വത്തിനുള്ള ശേഷിയും തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും പടച്ച റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇത് വലിയൊരു അമലാണ്. കാരണം നമുക്ക് നല്ല നിയ്യത്തോടെ ഒരുപാട് നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരുപാട് തിന്മകൾ ചെയ്യാൻ സാഹചര്യം നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനത്തെ അമല് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകണം. നമ്മളാണ് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് നമ്മുടെ സംഘടനയാണ് തീരുമാനിച്ച് പ്രഖ്യാപിച്ചത്. ഇന്ന് കേരളത്തിലുടനീളം യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ഓരോ പ്രവർത്തകർക്കും കിട്ടും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നിലയിൽ നമ്മൾ ആത്മാർത്ഥമായി ഈ തുടരുന്ന പ്രവർത്തനം അള്ളാഹുവിൻ്റെ വജ്ഹ് വിചാരിച്ച് ഇനിയും തുടരുക.
നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പോകണ്ട. നമ്മൾ മുസ്ലിം ലീഗിനെതിരാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും നമ്മളൊന്നും മുസ്ലിം ലീഗിനെതിരല്ല. മുസ്ലിം ലീഗ് കേരളീയ മുസ്ലിം സമുദായത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കിയ ഒരു വലിയ രാഷ്ട്രീയ സംഘടനയാണ്, സാമുദായിക രാഷ്ട്രീയ സംഘടനയാണ്. നമ്മൾ പാണക്കാട് സയ്യിദുമാർക്ക് എതിരാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും പാണക്കാട് സയ്യിദുമാർക്ക് നമ്മൾ എതിരല്ലെന്ന് മാത്രമല്ല, അവരെ പൂ പോലെ സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മൾ. നമ്മുടെ ചരിത്രം എല്ലാവർക്കും അറിയാം, നമ്മളും അവരുടെ വ്യക്തിബന്ധം എല്ലാവർക്കും അറിയാം, ഓരോ നാട്ടിലെ ചുറ്റുപാടുകളും അറിയാം. പക്ഷേ നമ്മളെ തെറ്റിക്കാൻ ഈ വാഫി പ്രശ്നത്തിലെ കക്ഷികൾ അവരിതിൻ്റെ തുടക്കത്തിൽ നടത്തിയൊരു ക്യാമ്പിൽ പങ്കെടുത്ത ഇന്ന് നമ്മുടെ പക്ഷത്തുള്ള ഒരു വാഫി കറക്റ്റ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. നമുക്ക് കേരളത്തിൽ വിജയിക്കണമെങ്കിൽ 2 കാര്യം നമ്മൾ ബുദ്ധിപരമായി നടപ്പാക്കണം. ഒന്ന്, പാണക്കാട് തങ്ങന്മാരെയും സമസ്തയും തെറ്റിക്കണം. 2, മുസ്ലിം ലീഗിനെയും സമസ്തയും തെറ്റിക്കണം. അതിനുള്ള ഗൂഢമായ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കണം. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും മറ്റു ചില വഴികളും ഉപയോഗിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായ കേഡർ സ്വഭാവത്തിലൂടെ ഈ പണിയാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പണിയിലൊന്നും നമ്മൾ വഞ്ചിതരാകേണ്ടതില്ല. നമ്മൾ ബഹുമാന്യരായ തങ്ങന്മാർക്കോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ അങ്ങനെ മറ്റു പാർട്ടികളും എതിരാകുന്നൊരു സംഘടനയല്ല. അത് നമ്മളെ കൂട്ടത്തിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ലീഗുകാരാണ്. മുസ്ലിം ലീഗുകാരല്ലാത്ത ആളുകളും SKSകാരോ SYSO ആണെങ്കിൽ പാണക്കാട് തങ്ങളെ വളരെ സ്നേഹിക്കുന്ന മറ്റു പാർട്ടിക്കാരാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഈ പ്രതിയോട് ചതിക്കുഴിയിൽ വീഴാതെ ഇസ്സത്തോടുകൂടി സമസ്തയോട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമെന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളൊക്കെ ദുആ ചെയ്ത് സ്നേഹാദരപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരിക്കൽ കൂടി ജാരിയ ഫണ്ടിൽ ചേർന്ന അതിന് 10 രൂപയെങ്കിലും നൽകി സഹായിച്ച സകലമാന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും സംഘടനകൾക്കും യൂണിറ്റുകൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും പ്രചാരകർക്കും അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചിന്ത ആദ്യമായി SKSൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ കൊണ്ടുവന്ന ഒരാളുണ്ടാവും. അദ്ദേഹത്തിന് അർഹിക്കുന്ന പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി.